കോട്ടയത്ത് ഓണത്തിനൊക്കെ എല്ലാ തവണയും വലിയ ആഘോഷങ്ങളാണ്. ആ ആഘോഷമൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ പോവാണ്. കോട്ടയം പ്ലാക്കുഴി റെഡ് സ്റ്റാർ ക്ലബിന്റെ 1ാം വാർഷികവും ഓണാഘോഷവും കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത്. തിരുവോണ നാളിൽ ഉറിയടി മത്സരമുണ്ട്, വടംവലി മത്സരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാഴപ്പിണ്ടി കയറ്റം, അത് നമ്മുടെ കോട്ടയത്തിന്റെ ഒരു പ്രത്യേക ഐറ്റമാണ്. അതടക്കം വൈവിധ്യമാർന്ന മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ, ഹാപ്പി ഓണം. ഞാൻ നേരത്തെ നമ്മുടെ കോഴിക്കോട്ടുകാരോട് പറയായിരുന്നു, വാഴപ്പിണ്ടി കയറ്റമാണ് നമ്മുടെ നാട്ടിൽ പ്രധാന ഐറ്റം. അവരവിടെ കമുക് കയറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോകുന്ന മത്സരങ്ങൾ? സുജയ, ഹാപ്പി ഓണം. അടിപൊളിയായി തന്നെ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഉറിയടി മത്സരമാണ്. സുജയ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ്, ഞാനൊരു മലബാറുകാരനാണ്, ഞാൻ വാഴപ്പിണ്ടി ആയിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ വാഴപ്പിണ്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അതിലും ഈ ഉറിയടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കയറാൻ പോകുന്നതാണ്. വലിയ വാശിയിലാണ്. ഇപ്പൊ അടിക്കുമെന്ന് തോന്നുന്നു, തല പൊട്ടിക്കും. ആ കയറിൽ കൊള്ളിച്ചു, പക്ഷേ ഉറിയിൽ കൊണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ 3 തവണ വീശിയത്, ഒരാൾക്ക് 3 തവണ വീശാനുള്ള അവസരമുണ്ട്. ആ 3 തവണ വീശി കൊള്ളിക്കാൻ കഴിഞ്ഞാൽ കഴിയുമ്പോൾ എന്തായാലും ഒരാൾ ഇതുവരെ ആരും പൊട്ടിച്ചില്ല എന്നുള്ള. ആരും പൊട്ടിച്ചില്ല. പൊട്ടിക്കും? ഇല്ല, പൊട്ടിക്കായിരിക്കും. തീർച്ചയായിട്ടും പൊട്ടിക്കും. കളറാ കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ നമ്മുടെ ഇത് വാഴപ്പിണ്ടി ഒക്കെ ആയിട്ടുണ്ട്, പെലാട്ടി ഷൂട്ടൗട്ട് ഉണ്ട്, ഫാൻസ് ഉണ്ട്, വടംവലി ഉണ്ട്. വടംവലി ഉച്ച കഴിഞ്ഞിട്ടാണ് സുജയ കമ്പോലി. ഇപ്പൊ അടുത്ത ആള് ചേട്ടൻ കയറാൻ പോകും. നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, വടംവലി പൊട്ടിക്കോ? തലയാണോ അടിക്കും, ഉറിയാണോ അടിക്കുക? അതറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ അടിക്കും. അത് തന്നെയാണ് സുജയ. എന്താ അടിക്കാന്ന് അറിയത്തില്ല. നമ്മുടെ റിപ്പോർട്ടറിന്റെ അഭിമാനം കാക്കണം. അഖിലും കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കണം. ആ ചേട്ടൻ കഴിയുമ്പോ, അതായത് 3-4 പ്രാവശ്യം കറക്കിയിട്ട് വിട്ടുകളയും. അപ്പൊ നേരത്തെ നമ്മൾ എവിടെ നിന്നതെന്ന് നമ്മുടെ മനസ്സിലൊരു ഓർമ്മ വേണം. എന്നിട്ട് വേണം അടിക്കാൻ. താഴ്ത്തിയിട്ട് അഖിലിന് അവസരമില്ല, പൊട്ടിച്ചു. സുജയ, ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ. സുജയ, നമ്മുടെ ചേട്ടൻ ചേട്ടൻ വാക്ക് പാലിച്ചു. പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഒരടി. എന്തെങ്കിലും ടെക്നിക് ഉണ്ടോ? ടെക്നിക്ക് അതില്ല, പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ വാക്ക് പാലിച്ചെന്തായാലും സുജയ പാലിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും അടുത്ത ഉറി കെട്ടി തന്നെ വേണം. എന്തായാലും വലിയ ആവേശം. ഇത്ര നേരം നമ്മളെ കുറച്ചു മുമ്പ് കുട്ടികളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 4-5 പേര് അടിച്ചു. ആരുടെ അടിയും കൊണ്ടില്ല. പക്ഷേ നമ്മുടെ മോൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അടിക്ക് ഉറി പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും അടുത്ത ഉറി കെട്ടണം. അതിന്റെ ഒരു കാലതാമസം ഉണ്ടാവുന്നതാണ്. അതിന്റെ വലിയ കഴിക്കാൻ സമയമായി, 12 മണിയായി. നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാഴ്ചകൾക്കായിട്ട് പോകണം. അപ്പൊ അവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ റിപ്പോർട്ടർ സംഘത്തിന്റെ ഓണാശംസകൾ അഖിൽ നേർന്നോളൂ.